അമേരിക്കയും പാശ്ചാത്യ ശക്തികളും വിയർക്കുന്നു. ലോകത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ചക്രവാളത്തിൽ ഇന്ത്യ പുതിയൊരു ചരിത്രം എഴുതുകയാണ്. ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു മാറ്റത്തിനാണ്. യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ രൂക്ഷമായ സംഘർഷങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ ലോകത്തിന്റെ സകല കണ്ണുകളും ഒരേ ഒരു രാജ്യത്തേക്ക് തിരിയുന്നു. അതാണ് നമ്മുടെ ഇന്ത്യ. അടുത്ത മാസം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടി ഒരു സാധാരണ ഉച്ചകോടിയല്ല. അമേരിക്കയുടെയും പടിഞ്ഞാറൻ ശക്തികളുടെയും കടുത്ത സമ്മർദ്ദങ്ങളെയും ഉപരോധങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നേരിട്ട് ഇന്ത്യയിലേക്ക് വണ്ടി കയറുകയാണ്. ശത്രുതകളും അതിർത്തി തർക്കങ്ങളും മാറ്റിവെച്ച വൻ ശക്തിയിൽ ഡൽഹിയിൽ ഒത്തുകൂടുമ്പോൾ അതിന്റെ പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ്റ്റർ സ്ട്രോക്കായ ഏത് നയതന്ത്ര തന്ത്രമാണുള്ളത്? പാശ്ചാത്യ രാജ്യങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കുമിടയിൽ ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ പുതിയ സമാധാന പാലമായി മാറുന്നത്? ഇതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടി ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. റഷ്യ യുക്രൈൻ സംഘർഷവും പശ്ചിമേഷ്യയിലെ രൂക്ഷമായ യുദ്ധ സാഹചര്യങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയെ ആകെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ നിർണായക സംഗമത്തിന് വേദിയാകുന്നു എന്നത് ചരിത്രപരമാണ്. ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യ പാശ്ചാത്യ ശക്തികൾക്കും വികസ്വര രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സമവായത്തിന്റെ പാലമായി പ്രവർത്തിച്ചുകൊണ്ട് ആഗോള നയതന്ത്രത്തിൽ തന്റെ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് ഈ പ്രമുഖ നേതാക്കളുടെ സന്ദർശനം. ഈ സന്ദർശനത്തിന് പിന്നിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട്. 2019 തമിഴ്നാട്ടിലെ ഉച്ചകോടിക്ക് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ലഡാക്കിലെ അതിർത്തി തർക്കങ്ങൾക്കും ഗാൽവാൻ സംഘർഷങ്ങൾക്കും ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പഴയ നിലയിലാക്കാനും പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഈ വരവ്. ചൈനീസ് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിലെത്തി ഉന്നതതല ചർച്ചകൾ നടത്തിയിരുന്നു. കൂടാതെ ചൈനീസ് സുരക്ഷാ സംഘം ഡൽഹിയിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 7 വർഷത്തിനു ശേഷമുള്ള ഈ ചൈനീസ് ഭരണാധികാരിയുടെ സന്ദർശനം ഏഷ്യൻ ശക്തികളുടെ ബന്ധത്തിൽ പുതിയൊരു വഴിത്തിരിവാകുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഇനി മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പങ്കാളിത്തം ക്രെംലിൻ വൃന്ദങ്ങൾ ഇതിനോടകം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും നേരിടുന്ന റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായുള്ള ബന്ധം അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്. പുടിന്റെ ഈ സന്ദർശനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദൃഢമായ സൗഹൃദത്തിന്റെ ആഴം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും പുറമെ ഇറാൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കളും ഉച്ചകോടിയിൽ സജീവമായി പങ്കാളികളാകുന്നുണ്ട്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷവും ബ്രിക്സ് കൂട്ടായ്മയിലെ ചില അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതകളും ഈ ഉച്ചകോടിയിൽ പ്രധാന ചർച്ചയാകും. പ്രത്യേകിച്ച് ഇറാനും UAEയും പോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഉരസലുകൾ പരിഹരിക്കാനും പൊതുസമിതി രൂപീകരിക്കാനും ഇന്ത്യക്ക് വലിയ തോതിൽ മധ്യസ്ഥത വഹിക്കേണ്ടി വരും. ആഗോളതലത്തിൽ സമാധാനം നിലനിർത്തുന്നതിൽ ഇന്ത്യയുടെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ ഇടപെടലുകൾ. ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിനൊപ്പം തന്നെ ആഗോള സാമ്പത്തിക ഭദ്രത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത വികസനം, പരസ്പര വ്യാപാര വളർച്ച എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഈ ഉച്ചകോടി വഴിയൊരുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിലാണ് ഈ മഹാസംഗമം നടക്കുന്നു എന്നത് ഭാരതത്തിന്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പ്രതിച്ഛായയാണ് വിളിച്ചോതുന്നത്. ചുരുക്കത്തിൽ ലോകക്രമം മാറിമറയുന്ന ഈ കാലഘട്ടത്തിൽ നയതന്ത്രത്തിന്റെ മേൽക്കൈ ഇന്ത്യയുടെ കയ്യിലാണെന്ന് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുന്ന ചരിത്ര സംഭവമായി ഈ ബ്രിക്സ് ഉച്ചകോടി മാറുമെന്നതിൽ സംശയമില്ല. ഈ ഉച്ചകോടിയെ പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങേയറ്റം ആശങ്കയോടെ വീക്ഷിക്കുന്നതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണവുമുണ്ട്. അമേരിക്കൻ ഡോളറിന്റെ ആഗോള കുത്തക തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിക്സ് കറൻസി അഥവാ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന് സ്വന്തം നാണയങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനം സംബന്ധിച്ച് ഈ ഉച്ചകോടിയിൽ നിർണായക ചർച്ചകൾ നടക്കാനാണ് സാധ്യത. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ സാമ്പത്തിക കൂട്ടായ്മയുടെ നേതൃനിരയിൽ ഇന്ത്യ നിൽക്കുമ്പോൾ അത് ആഗോള സാമ്പത്തിക രംഗത്ത് അമേരിക്കൻ ആധിപത്യത്തിന് വലിയൊരു തിരിച്ചടിയാകും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനൊപ്പം ആഗോള വ്യാപാരത്തിന്റെ നിയന്ത്രണം വികസ്വര രാജ്യങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ചരിത്രപരമായ നീക്കങ്ങൾക്കാണ് ഡൽഹി വേദിയാകുന്നത്. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയും ചൈനയും ഒരേ വേദിയിൽ എത്തിക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും അസാധ്യമായ കാര്യമാണ്.
എന്നാൽ ആഗോളതലത്തിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യതയും വിശ്വസ്തതയുമാണ് ഈ വൻ ശക്തികളെ ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നത്. റഷ്യയുമായി വർഷങ്ങളായുള്ള പരമ്പരാഗത സൗഹൃദം തുടരുമ്പോഴും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്വാഡ് സഖ്യത്തിലും ഇന്ത്യ സജീവമാണ്. അതായത് ഒരു വശത്ത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് റഷ്യയും ചൈനയെയും ഒരേ മേൽക്കൂരയ്ക്കിടയിൽ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയുന്നു. ഇത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ്. അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാശ്ചാത്യ ചേരിയുടെ ഭാഗമല്ലാതെ തന്നെ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉച്ചകോടി. 18ാമത് ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി പൂർത്തിയാകുന്നതോടൊപ്പം ആഗോളതലത്തിൽ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നേടിയെടുക്കുക എന്നതാണ്. ലോകത്തിലെ 4/1 ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ ഇന്ത്യ വഹിക്കുന്ന ഈ നേതൃസ്ഥാനം UN പരിഷ്കരണങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആവശ്യത്തിന് ലോകത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് ഡൽഹിയിൽ ഒത്തുകൂടാൻ പോകുന്ന ഈ ലോക നേതാക്കളുടെ സാന്നിധ്യം. ഇവിടെയാണ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും കുറിച്ച് പ്രത്യേകമായി സംസാരിക്കേണ്ടത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് ആരും കൊതിക്കുന്ന എന്നാൽ ആർക്കും സാധിച്ചെടുക്കാൻ കഴിയാത്ത ചില അസാധ്യമായ കാര്യങ്ങളാണ് മോദി സർക്കാർ ഡൽഹിയിൽ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ പരസ്പരം കണ്ണുരുട്ടി നിൽക്കുന്ന ശത്രുക്കളെ പോലെയുള്ള രാജ്യങ്ങളെ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നത് സാധാരണ കാര്യമല്ല. അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും കടുത്ത കണ്ണുരുട്ടലുകളെയും ഉപരോധ ഭീഷണികളെയും വകവയ്ക്കാതെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അതേസമയം വർഷങ്ങളായ അതിർത്തി തർക്കങ്ങളും കടുത്ത ശത്രുതയും നിലനിന്നിരുന്ന ചൈനയും ഒരേ വേദിയിലെത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഇത് മോദിയുടെ വ്യക്തിപരമായ നയതന്ത്ര വിജയവും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ മേധാവിത്വവുമാണ് കാണിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദി കളിക്കുന്നത് അങ്ങേയറ്റം സൂക്ഷ്മമായ ഒരു ബാലൻസിംഗ് ഗെയിമാണ്. ഒരു വശത്ത് അമേരിക്കയുമായി ശക്തമായ പ്രതിരോധ വ്യാപാര ബന്ധങ്ങൾ തുടരുമ്പോൾ തന്നെ മറുവശത്ത് റഷ്യയുമായുള്ള ദീർഘകാലത്തെ വിശ്വസ്ത സൗഹൃദവും ഇന്ത്യ കൈവിട്ടില്ല. ഇതിനൊപ്പം ചൈനയുമായുള്ള പ്രശ്നങ്ങൾ നയതന്ത്രപരമായി പരിഹരിച്ചുകൊണ്ട് ഏഷ്യൻ മേഖലയിൽ സമാധാനം ഉറപ്പാക്കാനും മോദി സർക്കാർ കാണിക്കുന്ന ഇച്ഛാശക്തി അപാരമാണ്. പാശ്ചാത്യ ചേരിയിലോ റഷ്യ ചൈന ചേരിയിലോ പൂർണ്ണമായി ഒതുങ്ങിക്കൂടാതെ രണ്ട് ചേരികളെയും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരേ പാതയിൽ ഒപ്പത്തിനൊപ്പം നടത്തിക്കുകയാണ് മോദി സർക്കാർ. ഡൽഹിയിലാണ് ഈ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രം എന്ന് ലോകത്തിനു മുന്നിൽ അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ് നരേന്ദ്രമോദി. ഒരു കാലത്ത് ലോകരാഷ്ട്രങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്നാലെ നടന്നിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ നയിക്കുന്ന ശക്തിയായി മാറുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് ഈ ബ്രിക്സ് ഉച്ചകോടിയിലൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലോകം മുഴുവൻ ഇനി ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയാണ് ലോകത്തിന്റെ അടുത്ത സൂപ്പർ പവർ. ഡൽഹിയാണ് ഇനി ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.